പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 7.2ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇഫ് 1, 2, 4, y, x, 6 and 3, 5 are the vertices of a parallelogram taken in order, find x and y. അപ്പോൾ ഇവിടെ നമുക്ക് 4 പോയിൻറ്റ്സുകൾ തന്നിട്ടുണ്ട്. ഇതൊരു പാരലലോഗ്രത്തിൻ്റെ വെർട്ടീസസിൻ്റെ പോയിൻറ്റുകളാണ്. നമ്മൾ എക്സും വൈയും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാ കോർഡിനേറ്റ്സിൽ ഇവിടെ എക്സും വൈയും നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ പാരലലോഗ്രം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഒരു പാരലലോഗ്രം ഒന്ന് വരച്ച് നോക്കാം. ഇതാണ് പാരലലോഗ്രം ABCD. പാരലോഗ്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? എക്സും വൈയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ വൈ ഇതാ ഇവിടെയും എക്സ് ഇതാ ഇവിടെയുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, പാരലോഗ്രത്തിൻ്റെ പ്രത്യേകത എന്താ? പാരലോഗ്രത്തിൻ്റെ ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യുന്നു എന്നൊരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡയഗണൽസ് ഓഫ് പാരലോഗ്രം ബൈസെക്റ്റ് ഈച്ച് അതർ. ബൈസെക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? AC-യെ BD 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ BD AC-യെയും 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതാണ് പാരലോഗ്രത്തിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ഇവിടെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പം ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ AC-ക്ക് ഞാനിവിടെ O എന്ന് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. O എന്തായിരിക്കും? AC-യുടെ മിഡ് പോയിൻ്റ് ആയിരിക്കും. ബൈസെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് O ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് AC ആൻഡ് BD. BD-യുടെയും മിഡ് പോയിൻ്റാണ് O, AC-യുടെയും മിഡ് പോയിൻ്റാണ് O അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? AD-യുടെയും BC-യുടെയും മിഡ് പോയിൻറ്റുകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. BD എന്ന് പറയുന്ന ഡയഗണലിലെ ഒരു പോയിൻ്റാണ് 4, y. അതിൽ y ഉണ്ട്. AC എന്ന് പറയുന്നതിലെ ഒരു പോയിൻ്റാണ് x, 6. അപ്പോൾ അവിടെ എക്സും ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെ മിഡ് പോയിൻറ്റുകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് എഴുതേണ്ടത്. സിൻസ് the diagonals of a parallelogram bisect each other, the midpoint is the same. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? AC-യുടെയും BD-യുടെയും മിഡ് പോയിൻറ്റുകൾ കണ്ടുപിടിക്കണം. മിഡ് പോയിൻറ്റ് ഓഫ് AC is equal to, മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? x1 + x2/2 y1 + y2/2 x1 + x2/2 y1 + y2/2 ഇതാണ് ഇക്വേഷൻ. അപ്പോൾ AC എടുക്കുന്നു. AC ഇതാണ്. ഇതിൽ x1ഉം x2ഉം y1ഉം y2ഉം ഏതാണെന്ന് നോക്കുക. 1 ഈസ് x1, 2 ഈസ് y1, x ഈസ് x2, 6 ഈസ് y2. x1 y1 x2 y2 ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. x1 ഈസ് 1, x2 ഈസ് x/2, y1 is 2, y2 is 6/2 is equal to 1 plus x/2, 6 plus 2 8, 8/2 is 4. അപ്പോൾ അതാ ഇങ്ങനെ കിട്ടി. മിഡ് പോയിൻ്റ് ഓഫ് AC നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി അടുത്തത് മിഡ് പോയിൻ്റ് ഓഫ് BD കണ്ടുപിടിക്കണം. മിഡ് പോയിൻ്റ് ഓഫ് BD is equal to, ഇക്വേഷൻ ഇത് തന്നെയാണ്. x1 + x2/2 y1 + y2/2. അപ്പോൾ BD-യുടെ പോയിൻറ്റുകൾ വേണം എടുക്കാൻ. അപ്പോൾ 4 ഈസ് x1, y ഈസ് y1, 3 ഈസ് x2, 5 ഈസ് y2. ഇങ്ങനെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും എടുത്തെഴുതാനായിട്ട്. അപ്പോൾ x1 + x2 എന്ത് വരും? 4 + 3/2 y1 + y2. അപ്പോൾ y + 5/2 y + 5/2 is equal to 4 + 3 7/2 y + 5/2. ഇതാണ് BD-യുടെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും AC-യുടെയും BD-യുടെയും മിഡ് പോയിൻറ്റുകൾ സെയിം ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? മിഡ് പോയിൻ്റ് ഓഫ് AC is equal to മിഡ് പോയിൻ്റ് ഓഫ് BD. Therefore,
എന്ത് പറയാം 1 പ്ലസ് എക്സ് ബൈ 2 കോമ 4 ഇസ് ഇക്വൽ ടു 7 ബൈ 2 കോമ വൈ പ്ലസ് 5 ബൈ 2. ഇത് രണ്ടും സെയിം ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം അല്ലേ. ഇതിൻ്റെ ആദ്യത്തേതുമായിട്ട് കമ്പയർ ചെയ്യാം, 4നെ ഇതുമായിട്ടും കമ്പയർ ചെയ്യാം. അപ്പോൾ എന്ത് വരും, 1 പ്ലസ് എക്സ് ബൈ 2 ഈസ് ഇക്വൽ ടു 7 ബൈ 2 എന്ന് കിട്ടി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും 2 ഇൻറ്റു 1 ഈസ് 2, 2 ഇൻറ്റു എക്സ് ഈസ് 2x ഈസ് ഇക്വൽ ടു 14. 7 2s are 14. 2x ഈസ് ഇക്വൽ ടു 14 മൈനസ് 2. x ഈസ് ഇക്വൽ ടു 14 മൈനസ് 2 ഈസ് 12. 12 ബൈ ഈ 2 ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആവും. x ഈസ് ഇക്വൽ ടു 6 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 6 എന്ന് കിട്ടി. ഇനി വൈഡത് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യണം. അപ്പോൾ 4 ഈസ് ഇക്വൽ ടു വൈ പ്ലസ് 5 ബൈ 2. ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, 4 ഇൻറ്റു 2 8 ഈസ് ഈക്വൽ ടു വൈ പ്ലസ് 5. വൈ ഈസ് ഈക്വൽ ടു 8. 5 ഇപ്പുറത്ത് പോകുമ്പം മൈനസ് 5 ആകും. വൈ ഈസ് ഈക്വൽ ടു 8 മൈനസ് 5 ഈസ് 3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 6 എന്നും കിട്ടി, വൈയുടെ വാല്യൂ നമുക്ക് 3 എന്നും കിട്ടി. അപ്പോൾ നമ്മളോട് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരുന്നത്. നമുക്ക് കിട്ടി. മിഡ് പോയിൻറ്റുകൾ കണ്ടുപിടിച്ചിട്ട് പാരലോഗ്രത്തിൻ്റെ ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഡയഗണൽസിൻ്റെ മിഡ് പോയിൻറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 6 കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.